സംസ്ഥാനത്തെ വാണിജ്യ LPG സിലിണ്ടർ വിതരണം പ്രതിസന്ധിയിലായി ദിവസങ്ങളാകുന്നു. കൂടുതൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. ഇന്ധന പ്രതിസന്ധി പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഹോർമൂസ് കടന്ന LPGയുമായി 2 കപ്പലുകൾ ഇന്നും നാളെയുമായി ഇന്ത്യൻ തീരത്ത് എത്തും. പരിഭ്രാന്തരായി ബുക്ക് ചെയ്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിക്കുന്നത്. ഇതിനിടെ ഡൽഹിയിൽ LPG സിലിണ്ടർ ക്ഷാമം നേരിട്ടിരുന്ന പല ഗോഡൌണുകളിലും ഇന്ന് പുതിയ സ്റ്റോക്ക് എത്തിയത് ആശ്വാസമായി. എന്നാൽ തമിഴ്നാട്ടിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിരവധി കടകൾ അടച്ചുപൂട്ടി. ചെറിയ കടകൾ വിറകടുപ്പുകളും ഇലക്ട്രിക് സ്റ്റൗവുകളും ഉപയോഗിച്ചാണ് മുന്നോട്ടു പോകുന്നത്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല. നമുക്ക് ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ പരിപാടികൾ അറിയാമല്ലോ, ഈ ചെറിയ കച്ചവടമല്ലേ. അപ്പോൾ നമുക്ക് ആ ഗ്യാസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് ഇവിടെ ഒരു ചായ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാലും നമുക്ക് കടികളായിട്ട് കൊണ്ടുവരുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അവർക്ക് വലിയ സംരംഭമല്ലേ, അപ്പോൾ അവർക്ക് ഗ്യാസ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതിവിടെ നിർത്തലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കച്ചവടത്തിനെ അതും ബാധിക്കും. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ വിറകടുപ്പുകളിലേക്ക് മാറിയിരിക്കുകയാണ് ബംഗളൂരു നഗരത്തിലെ മലയാളി ഹോട്ടലുകൾ. சிலிண்டர் வரும், ஒரு நாள் விட்டு ஒரு நாள் ஒரு கேஸ் ஒரு சிலிண்டர் தான் வரும். ஆனால் கடைக்கு 2 சிலிண்டர் தேவைப்படும். அது கொஞ்சம் தட்டுப்பாடாக தான் இருக்கும். கம்மியாக தான் போடுறோம். நிலமா கம்மியாக தான் போகுது. മുംബൈയിൽ ഭൂരിഭാഗം റെസ്റ്റോറന്റുകളും അടച്ചു. പ്രതിസന്ധി രൂക്ഷമായതോടെ കരിയും വിറകും ഇന്ധനമായി ഉപയോഗിക്കുന്നതിനുള്ള നിരോധനം മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു. ഇതിനിടെ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള 2ാമത്തെ ചരക്കുകപ്പൽ ഇന്നലെ മുംബൈയിലെത്തി. LPGയുമായുള്ള 2 കപ്പലുകൾ കൂടി ഇന്ന് ഗുജറാത്തിലെ തുറമുഖങ്ങളിലേക്ക് എത്തും. കൊച്ചിയിൽ 60%-ലധികം ഹോട്ടലുകളും കാറ്ററിംഗ് സർവീസുകളും അടച്ചുപൂട്ടി. സംസ്ഥാനത്തെ സാഹചര്യം പരിഗണിച്ച് വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.